പയ്യന്നൂർ ഉണ്ടാവുമ്പോല്ലേ വൈകുന്നേരം ഒരു 4 മണി 5 മണി ടൈമില് അച്ഛന്റെ ഫോണിൽ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. ആ ടൈമില് എന്റെ അമ്മേന്റെ ഏച്ചിന്റെ സൈഡിൽ നിന്ന് അച്ഛന്റെ ഫോണിലേക്ക് പരവരാ കോളുകൾ പോകും. അച്ഛാ, നിങ്ങ വരുമ്പോ നിര്യാടന്റെ ഷോപ്പിൽ നിന്ന് ഒരു പപ്സ് വാങ്ങുക, എണ്ണപ്പലഹാരം തിന്നൂടണേ എന്നൊരു റിപ്ലൈ അച്ഛന്റെ ഭാഗത്തുനിന്നും വരും. അതെ, ഇനി ഇങ്ങ വാങ്ങി തരണ്ട, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു. ഇതെന്തെന്നാപ്പ വിരിച്ചിട്ടൊരു മെരയാവാത്തെ, വിട്ട പോലെ തിരിച്ചിങ്ങോട്ട് വരുമെന്ന്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കരിയാമ്പില, പിന്നെ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളെ പഫ്സിന്റെ ഷീറ്റ് എടുത്തിട്ട് അതിലൊരു പീസ് മുട്ട കൂടെ വെച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കും. എന്നിട്ട് അതിന് മേലെ ചെറിയൊരു ഗ്ലൈസിന് വേണ്ടിയിട്ട് മുട്ടയോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചു കൊടുക്കാം. എന്നിട്ട് സംഭവം നേരെ അവനിൽ കയറ്റുക. ഏകദേശം സംഭവം മൊരിഞ്ഞു അല്ലെങ്കിൽ ഒരു പപ്സ് ആയി എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ? ആ ടൈമിൽ നമുക്ക് തിരിച്ചെടുക്കാം. ഞാൻ ഇത്രയും നാൾ ആക്കിക്കൊണ്ടിരുന്ന പപ്സില് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടിയത് എനിക്ക് ഇത്തവണയാണ് കേട്ടോ. ഇഷ്ടം മനസ്സിലുണ്ടായ പോരാ, അത് പ്രകടിപ്പിക്കണമെന്ന് ഏതോ ഒരു കവി എവിടെയോ പറഞ്ഞതുകൊണ്ട് ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെയാണ് കെച്ചപ്പ് കൊടുത്തത്. പക്ഷെ ഓനത് കണ്ടതുപോലുമില്ല. അതെന്തെങ്കിലും ആവട്ടെ, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.